ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുടെയും കാണാം കേട്ടോ, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം താഴെ. അപ്പോൾ ഇന്ന് നമ്മൾ നെയ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ മീൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ജാർ എടുക്കുക. അതിലേക്ക് നമ്മളിതേ ആവശ്യത്തിനുള്ള കുഞ്ഞുള്ളി, ഞാനൊരു 8-10 കുഞ്ഞുള്ളി കുറുകെ മുറിച്ചതാട്ടോ ഇത് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് കായപ്പൊടിയാണ്, പിന്നെ കുരുമുളക് പൊടിയും ഉപ്പുമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നാരങ്ങയുടെ പകുതിയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ദേ അരച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ അരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഓരോ മീനായിട്ട് എടുത്ത് പുരട്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോൾ ഇത് കുറച്ചും കൂടി കട്ടിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാം കേട്ടോ. മസാല കുറച്ച് കട്ടിക്ക് വേണമെങ്കിൽ. ഇതിപ്പോൾ ഞാൻ കുറച്ചധികം ലൂസായിട്ടാണ് എടുത്തിട്ടുള്ളത്. എങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ മീൻ ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഓരോന്ന് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇത് നമുക്കൊരു 30 മിനിറ്റ് മാറിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്, പുറത്ത് വെച്ചിരുന്നാലും മതി കേട്ടോ. അപ്പോൾ ഒരു 30 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വെക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഒരു തവ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഓരോരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും തവ ഫ്രൈ ആണ് കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ നമുക്കിനി ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തിരിച്ച് പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻ വറുത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 5-6 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ ആ ഒരു 5-6 മിനിറ്റിൽ നമുക്കിതുപോലെ ഒരു സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ പുറത്ത് വീണ്ടും തിരിച്ച്, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് റെഡി ആയതിനു ശേഷം നിങ്ങൾക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഫസ്റ്റ് സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു സെറ്റും കൂടി ഉണ്ടല്ലോ, ബാക്കിയുള്ള മീനുകളും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ഫിഷ് ഫ്രൈ. നിങ്ങൾക്ക് കാണുമ്പോൾ മസാല ടേസ്റ്റ് ഉണ്ടോ, മസാല വരണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നും, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. ഇനി കുറച്ച് സവാളയും കൂടി ഇട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സവാളയും കുറച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞ് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ ചോറിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ, ടിൽ ദെൻ ബൈ.